ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മിസ്റ്റർ നന്ദുടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പറയാൻ വന്നിരിക്കുന്നത് വേറെ ഒന്നല്ല. പൊതുവേ നമ്മൾ ഓരോ കാര്യങ്ങൾ, അതായത് ടെക്നോളജീനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് പറയാൻ വന്നിരിക്കുന്നത്. വേറെ ഒന്നുമില്ല, ഒരുപാട് ആൾക്കാർ ചോദിച്ച ഒരു കാര്യമാണ് സാംസങ് ഗാലക്സി S24 അൾട്രയും ഐഫോൺ 15 Pro Maxും. അത് രണ്ടും ഇപ്പോൾ ഇറങ്ങിയ ഫോണുകളാണ്. പക്ഷേ ഇതിൽ എന്തെങ്കിലും പോരായ്മകൾ കാര്യങ്ങൾ ഉണ്ടോ, അല്ലെങ്കിൽ ഏതാണ്? ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ടാണ്. ഇപ്പോഴും സാംസങ് തന്നെയാണോ മുന്നിൽ നിൽക്കുക, അല്ലെങ്കിൽ ഐഫോൺ 15 Pro Max ആണോ? സോ ഫ്രണ്ട്സ്, നമുക്കപ്പോൾ ആ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ ഇതേമാതിരി കിട്ടില്ല വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. ലെറ്റ്സ് സ്റ്റാർട്ട് ഇറ്റ്. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ ആദ്യമേ പറഞ്ഞ മാതിരി തന്നെ S22 അൾട്ര, S24 അൾട്രയും ഐഫോൺ 15 Pro Maxും. സോ ഫ്രണ്ട്സ്, രണ്ടിലും ഓരോ പോരായ്മകളുണ്ട്. അതിപ്പോൾ എടുത്ത് പറയുകയാണെങ്കിൽ രണ്ടിലും ദോഷങ്ങൾ മാതിരി ഉണ്ടാവും. ആപ്പ് ഒപ്റ്റിമൈസ് ഐഫോണിലെ മാതിരി ആപ്പ് ഒപ്റ്റിമൈസ് S24 അൾട്രയിലുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. S24 അൾട്രയിലുണ്ടാവും. പക്ഷേ ഏതൊരു ആൻഡ്രോയിഡ് ഡിവൈസ് എടുത്ത് നോക്കിയാലും ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞ ആപ്പ് ഐഫോണിൽ മാത്രമാണ് ഏറ്റവും കൂടുതൽ കണ്ടുവരുന്നത്. കാരണം ഒരു ഇൻസ്റ്റാഗ്രാം എടുത്തോട്ടെ, ഒരു അപാര കഴിവ് തന്നെ. അതിപ്പോൾ ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റാഗ്രാം ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, അതിലെല്ലാം എടുക്കുമ്പോൾ നമുക്ക് കാണിക്കുന്ന ഒരു കാര്യമാണ്. ഇൻസ്റ്റാഗ്രാം ഇപ്പോൾ നോർമലി നമ്മൾ ഇൻസ്റ്റാഗ്രാം എടുക്കുകയാണെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്. എടുത്തു കഴിഞ്ഞാൽ തന്നെ എന്താ പറയുക, ആപ്പ് നമ്മൾക്കിപ്പോൾ ഒരു സ്റ്റോറി കണ്ടുകൊണ്ടിരിക്കുകയാണ്, സ്റ്റോറി ഇഷ്ടപ്പെട്ടു. ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മളെ സ്റ്റോറിയായി വെക്കണം. നമ്മളെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം റിയൽ നമുക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആ റിയൽ ഇഷ്ടപ്പെട്ടു. ഒരു സാഡ്, എൻ്റെ ഒരു സ്വഭാവം പറഞ്ഞ് ഒരു സാഡ് സ്റ്റോറി കണ്ടു. അപ്പോൾ അത് നമുക്കിപ്പോൾ എന്താ പറയുക, സ്റ്റോറിയായി വെക്കണം. സ്റ്റോറിയായി വെക്കാൻ വേണ്ടിയിട്ട് ആഡ് സ്റ്റോറി എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ഡിവൈസിൽ ഒരുപാട് സമയം ലോഡിങ് എടുക്കേണ്ടി വരും. പക്ഷേ ഐഫോണിലെല്ലാം വളരെ കൃത്യമായിട്ട് ഓരോരോ ആപ്പ്, വാട്സപ്പ് ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ആപ്പ് ഒപ്റ്റിമൈസേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ലോഡിങ് പോലും വേണ്ട. ഐഫോണിൽ ഇൻസ്റ്റാഗ്രാമിൽ ആഡ് സ്റ്റോറി ക്ലിക്ക് ചെയ്താൽ തന്നെ ആ റിയൽ നമ്മളെ സ്റ്റോറി ആയിട്ട് അപ്പം തന്നെ വരും. നമുക്ക് ഒരു ആവശ്യമില്ല, ഒന്നിൻ്റെ ആവശ്യമില്ല, പെട്ടെന്ന് തന്നെ സംഭവം റെഡിയാവും. പക്ഷേ നേരെ മറിച്ച് സാംസങ് ആയിക്കോട്ടെ ഏതൊരു ആൻഡ്രോയിഡ് ഡിവൈസിൽ, ഇപ്പോൾ സാംസങ്ങിൻ്റെ ആയാലും സാംസങ്ങിൻ്റെ ഇൻസ്റ്റാഗ്രാം നമ്മൾ എടുത്തതിന് ശേഷം നമ്മൾ ഇൻസ്റ്റാഗ്രാം ആ റിയൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് നമ്മളെ സ്റ്റോറിയായി വെക്കണമെങ്കിൽ ആഡ് സ്റ്റോറി എടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയം ലോഡ് ചെയ്യേണ്ടി വരും. ആ ലോഡ് കഴിഞ്ഞതിന് ശേഷമാണ് നമുക്ക് സ്റ്റോറി വെക്കാൻ പറ്റുള്ളൂ. പക്ഷേ ഐഫോണിൽ അതില്ല. അതൊരു ഗുണമാണ്. പിന്നെ കുറേ ഗുണങ്ങൾ പറയാനുണ്ടാവും. അപ്പോൾ വീഡിയോൻ്റെ ലെങ്തി കൂടുന്നതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതേപോലെ തന്നെ ഐഫോണും സാംസങ്ങിന് ഏറ്റവും കൂടുതൽ ഗുണം, സാംസങ്ങിലെ ഏറ്റവും ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണം. ഈ ഐഫോണിൽ പ്രധാനമായിട്ട് ഇപ്പോഴും വരാത്ത കുറച്ച് സംഭവങ്ങളാണ്. ഐഫോണിൽ നമ്മളിപ്പോൾ കോൺടാക്റ്റ് എടുക്കുകയാണെങ്കിൽ കോൺടാക്റ്റിൽ നമുക്ക് പേര് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കോൺടാക്റ്റിൽ അത് വരില്ല. അല്ലെങ്കിൽ നമ്പർ അടിച്ചു കൊടുക്കുമ്പോൾ അങ്ങനെ വരില്ല, പേര് എഴുതി വരില്ല. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. അതേപോലെ തന്നെ മെയിനായിട്ട് ഐഫോണിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല. നമുക്കിപ്പോൾ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണം. ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്കറിയാമായിരിക്കും, പകുതി മുക്കാൽ ഞാൻ ഫോഴ്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഫോഴ്സ് ചെയ്യുന്ന ബട്ടൺ, അതായത് ഇവിടെ കാണിക്കാം, വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഫോഴ്സ് ചെയ്യുന്ന ബട്ടൺ നമുക്കില്ല. ഐഫോണിൽ അത് ഫോഴ്സ് ചെയ്യുന്ന ബട്ടൺ ഇല്ല ഐഫോണിൽ. പക്ഷേ സാംസങ് ഗാലക്സി S24 ഏതൊരു ആൻഡ്രോയിഡ് ഫോണിലും ഈ ഫോഴ്സിങ് ബട്ടൺ ഉണ്ട്. ഈ ഫോഴ്സിങ് ബട്ടൺ ചെയ്യുന്ന സമയത്ത് എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, അതായത് നമുക്ക് ഇപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്നൊരു വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോഴ്സ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോഴ്സ് ചെയ്ത് അതിപ്പോഴും വരാത്തൊരു ഫീച്ചറാണ് ഐഫോണിൽ. ഏറ്റവും കൂടുതൽ എല്ലാ ആൾക്കാരും ചിന്തിക്കുന്നത് ഐഫോണിൽ അതും കൂടിയും വരണം എന്നുള്ളത്. പക്ഷേ ഐഫോണിൽ എനിക്ക് എന്ത് വ്യത്യാസമുള്ളതെന്ന് അറിയില്ല. S24 അൾട്രയിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോഴും സൂമിങ് ടെസ്റ്റിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് സാംസങ് ഗാലക്സി S24 അൾട്രയാണ്. ഇപ്പോൾ കിങ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവരും പറയും S24 അൾട്ര തന്നെയാണ്. കാരണം സൂമിങ്ങൾ ഇതുവരെയായിട്ട് ഐഫോണിന് പോലും തോൽപ്പിക്കാൻ പറ്റില്ല. എത്രയോ ബെറ്റർ S24 അൾട്ര തന്നെയാണ്. നമുക്കിപ്പോൾ മിസ്റ്റർ പെർഫെക്റ്റും അന്ന് ക്യാമറ ടെസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ക്യാമറ ടെസ്റ്റിലും വിൻ ചെയ്തത് സാംസങ് ഗാലക്സി S24 അൾട്ര. എൻ്റെ ഒരു അഭിപ്രായത്തിൽ, ഞാൻ എൻ്റെ ഒരു
എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഐഫോൺ എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഫോൺ എടുക്കുന്ന ഭൂരിപക്ഷ ആൾക്കാർ ഒന്ന് ബ്രാൻഡ് അനുസരിച്ചിട്ടാണ്, അതേപോലെ തന്നെ ഒന്ന് അതിൻ്റെ വീഡിയോ ജസ്റ്റ് ഒരു ക്യാമറയിൽ ഷൂട്ട് ചെയ്ത മാതിരിയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടാവും. പക്ഷേ എനിക്ക് ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ S24 അൾട്ര എടുക്കുന്നുണ്ട്, എന്തായാലും നല്ല ക്ലാരിറ്റിയോടെ ഉണ്ടാവുക, ക്ലാരിറ്റി ഇല്ലാതെ ഉണ്ടാവില്ല. എന്തായാലും എൻ്റെ ഒരു ഒപ്പീനിയൻ S24 അൾട്ര തന്നെയാണ് കിങ്. ഇപ്പോൾ എന്ത് വരികയാണെങ്കിലും എന്ത് ചെയ്യുകയാണെങ്കിലും സോ ഷീസ് എ പെർഫെക്റ്റ്. ഐഫോണിൻ്റെ എന്തായാലും താഴെ തന്നെ ഉണ്ടാവുള്ളൂ. എന്തായാലും സാംസങ്ങിന് കടത്താൻ എന്തായാലും എത്തിയിട്ടുണ്ടാവില്ല. ഞാനിത് സാംസങ്ങിൻ്റെ ലവറോ അല്ലെങ്കിൽ ഒന്നുമല്ല, രണ്ടിനെയും കുറ്റം പറയുന്ന ആളാണ്. പക്ഷേ അതിൽ പോരായ്മകളുണ്ട്, രണ്ടിനെയും നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ള് സാംസങ് ഗാലക്സി S24 അൾട്രയാണ്. ഐഫോണിന് അത്ര ഞാൻ താരതമ്യം ചെയ്യുന്നില്ല. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ടാറ്റാ ബൈ, സീ യു, ബൈ.